വിവാദങ്ങളാണല്ലോ ഒരു വ്യക്തിയെ പ്രശസ്തനാക്കുന്നത്. അത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആരാണോ വിമർശിച്ചത്, അതല്ലെങ്കിൽ ആരാണോ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടുള്ളത്, അവർക്കൊക്കെ വിവാദങ്ങളിലൂടെ പ്രശസ്തി ഉണ്ടാക്കിയെടുക്കുക എന്നതിനപ്പുറത്ത് വേറൊരു ഉദ്ദേശം ഇതിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സത്യമാണ്. ഈ സംവിധായകർ പരാതിയായിട്ട് പറയുന്ന വിഷയം തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം. സിനിമകളെ കുറിച്ച് കൃത്യമായ പരിശീലനം നേടാതെ 2 ആഴ്ചത്തെ ഒരു ശില്പശാല വെച്ചതിന് ശേഷം 3-ാമത്തെ ആഴ്ച തുടങ്ങി ഒരു സിനിമ സംവിധായകനായിട്ട് മാറാം എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. സിനിമാ കോൺക്ലേവിനിടെ പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും വിവാദമായിട്ടിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇതാണ്: പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സിനിമ ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കണം. അതെങ്ങനെയാണ് ഒരു വിവാദത്തിലോട്ടൊക്കെ വരുന്നത്? വിവാദങ്ങളാണല്ലോ ഒരു വ്യക്തിയെ പ്രശസ്തനാക്കുന്നത്. അത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആരാണോ വിമർശിച്ചത്, അതല്ലെങ്കിൽ ആരാണോ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടുള്ളത്, അവർക്കൊക്കെ വിവാദങ്ങളിലൂടെ പ്രശസ്തി ഉണ്ടാക്കിയെടുക്കുക എന്നതിനപ്പുറത്ത് വേറൊരു ഉദ്ദേശം ഇതിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം നമ്മുടെ കേരളത്തിലെ ഈ സിനിമാ ബുദ്ധിജീവികൾക്ക് ഇല്ലാതായതിൻ്റെ ഒരു പ്രശ്നമാണത്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില പ്രതിഷേധങ്ങളൊക്കെ ആ ഹാളിൽ നിന്നും ഉയർന്നു എന്നൊക്കെയാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇന്ന് അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായിട്ട്, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനുമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചിരുന്നു. അദ്ദേഹം നമുക്ക് ഗുരുതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പല സിനിമകൾക്കും തിരക്കഥ എഴുതുകയും അദ്ദേഹത്തിന് പല സിനിമകളും സ്വതന്ത്ര സിനിമ രീതിയിലുള്ള പല സിനിമകൾക്കും പല ഫിലിം ഫെയറുകൾക്ക് പോവുകയും അവിടുത്തെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ കോൺക്ലേവിൽ ഓൾറെഡി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയമായിട്ട് സംസാരിച്ചുമ്പോഴത്തേക്ക് അദ്ദേഹം ഒക്കെ പറയുന്ന കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SC വിഭാഗത്തിന് 1.5 കോടി രൂപ, ST വിഭാഗത്തിന് 1.5 കോടി രൂപ, അതോടൊപ്പം തന്നെ 2 സ്ത്രീകൾക്ക്, അത് ജനറൽ കാറ്റഗറിയാണ്, അതിനകത്ത് SC ST ഏത് വിഭാഗത്തിലുള്ള ആർക്ക് വേണമെങ്കിലും, 2 വനിതകൾക്ക്, പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ, അങ്ങനെ 5 പേർക്കാണ് 1.5 കോടി രൂപ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏകദേശം 7.5 കോടി രൂപയോളം അടുത്താണ് KSFDC ഒരു വർഷം ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുക. അതായത് സമാന്തര സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ സിനിമയിലേക്കുള്ള കൂടുതൽ ആളുകളെ ആകർഷിക്കുക. അതായത് ഈ ഇങ്ങനെ ദളിത് വിഭാഗത്തിൽ നിന്നാണെങ്കിലും സ്ത്രീകളിൽ നിന്നാണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിൽ നിന്നൊക്കെ കൂടുതൽ സിനിമ മേക്കേഴ്സ് ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ KSFDC ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഊന്നി പറയേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 1.5 കോടി രൂപ ഒരു പ്രൊജക്ടിന് അനുവദിക്കുന്ന സമയത്ത്, അതായത് ഇത് ഓൺലൈൻ വഴിയാണ് ഇതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നൽകുന്നത്. KSFDC ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ക്ഷണിക്കും. പൊതുജനങ്ങളിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. അതായത് ഈ കാറ്റഗറിയിൽപ്പെട്ട ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. അപേക്ഷിച്ചതിന് ശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറേ ആളുകളെല്ലാം വിളിച്ച് 2 ആഴ്ചയോളം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ട്, തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒരു പരിശീലന ക്ലാസ് ഒക്കെ ഇവർക്ക് കൊടുക്കും. ഈ പരിശീലന ക്ലാസ് ഒക്കെ കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പക്ഷപാതമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. പക്ഷേ ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് വരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പണമൊന്നും നൽകേണ്ട ആവശ്യമില്ല. അതായത് ഈ 1.5 കോടിയോളം രൂപ കൂടുതലാണെന്നുള്ള രീതി തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണ്. ഈ ഒരു സമാന്തര സിനിമ നിർമ്മിക്കാനായിട്ട് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയുള്ള ആളുകൾ നിർമ്മിച്ചിട്ടുള്ള സിനിമകൾ നോക്കുക. അതിൽ സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് പ്രതിഫലം മേടിക്കാതെയും ഒക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയ പ്രതിഫലമാണ് അവർ അതിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ പടത്തിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് അഭിമാനമായിട്ട് കാണുന്ന കുറേയധികം ആർട്ടിസ്റ്റുകളുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണിത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആളുകൾ 1.5 കോടി രൂപ കിട്ടുമെന്ന് കരുതി ഇവരെന്ത് കാണിക്കും? ഇവരെ സെലക്ട് ചെയ്യപ്പെടുന്ന ഉടനെ തന്നെ, അത് ഏത് വിഭാഗം, SC ST വിഭാഗത്തിലായിക്കൊള്ളട്ടെ, വനിതാ വിഭാഗത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലായിക്കൊള്ളട്ടെ, ഈ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉടനെ ഓടിപ്പോയിട്ട് പ്രമുഖരായിട്ടുള്ള നടന്മാരെയൊക്കെ ബുക്ക് ചെയ്യും, സ്റ്റാർ വാല്യൂ ഉള്ളവരെ ബുക്ക് ചെയ്യും. ഇതൊരു സ്വതന്ത്ര സിനിമയാണ്, അല്ലെങ്കിൽ സമാന്തര സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. ഇവരെപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ സിനിമ നിർമ്മിക്കുക എന്നുള്ള രീതിയിലേക്ക് അവർ കാര്യങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സിനിമയ്ക്ക് ഒരു സമാന്തര സിനിമ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷത്തിന് താഴെ മാത്രമേ തുക ചെലവ് വരുന്നുള്ളൂ. ആ തുക മാത്രം നൽകിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 1.5 കോടി രൂപ വെച്ചിട്ട് 5 പേർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് 50 ലക്ഷം രൂപ വെച്ചിട്ട് 15 പേർക്ക് കൊടുക്കുന്നത്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം. അതാണ് കാരണം 5 പേര് മാത്രം പോരാ, അതിൽ കൂടുതൽ ആളുകൾ വേണം. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക്
കൃത്യമായ പരിശീലനം കൊടുക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയുന്നത്, ഒരു സിനിമ ഇവരെ തന്നെ ഈ 1.5 കോടി രൂപ കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ കയ്യിലേക്ക് എത്തുക 78 ലക്ഷം രൂപ മാത്രമാണ്. അതിനെക്കുറിച്ചൊക്കെ പിന്നീടാണ് ഇവർ ബോധവാന്മാരാവുന്നത്. ബാക്കി 60 ലക്ഷത്തോളം രൂപ ഈ KSFDC തന്നെ ഈ സിനിമയുടെ മാർക്കറ്റിങ്ങിനാണ്, ഇതിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തന്നെ പിടിക്കുന്നുണ്ട്. പിന്നെ 18% കണ്ട് GST വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് ബാക്കി പൈസ അവർക്ക് കിട്ടുന്നത് 78 ലക്ഷം രൂപയാണ് അവരുടെ കയ്യിലേക്ക് വരുന്നത്. അല്ല, ഇതിൽ പറഞ്ഞ ഈ സംവിധായകർ, അവിടെ സിനിമ എടുത്ത സംവിധായകർ പറഞ്ഞിരിക്കുന്നത് ഈ പൈസ മുഴുവൻ KSDCന്റെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത്, ഇവരുടെ കയ്യിലോട്ടൊന്നും കിട്ടുന്നില്ല. പ്രൊജക്ട് വെക്കുന്നതിനനുസരിച്ച് ഈ പൈസ ഡൈവേർട്ട് ആയിട്ട് അങ്ങനെ പോകുന്നു എന്ന് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ആർട്ടിസ്റ്റുകളൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആർട്ടിസ്റ്റുകളുടെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും പൈസ പോകുന്നത്. അതിൽ ക്യാമറമാനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറമാൻ ആയിരിക്കും പൈസ പോകുന്നത്. കാരണം അതായത് ഈ KSFDC തന്നെ അവരുടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും. ഓക്കെ, ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഈ സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ക്യാമറമാൻ നല്ല ആളായിരിക്കും, ഈ സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന എഡിറ്റർ നല്ല ആളുകളായിരിക്കും. അങ്ങനെ ടെക്നിക്കൽ സൈഡെല്ലാം പെർഫെക്ഷൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പുതുമുഖമായിട്ടുള്ള ആരാ ഉണ്ടാവുക? സംവിധായകൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സംവിധായകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് പേരുള്ള ഒരു മനുഷ്യനാണ്. ആ ഒരു കാറ്റഗറിയിലോട്ട് ഈ പുതുമുഖങ്ങളിൽ വരാത്തത് കൊണ്ടും ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള നടീനടന്മാര് സിനിമയ്ക്ക് പ്രതിഫലം ചോദിക്കുന്നതായിക്കൂടെ? അങ്ങനെയും വരാറില്ല. അങ്ങനെയല്ല. ഇത് കാരണം ഇത് ഗവൺമെന്റ് സമാന്തര സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നൽകുന്നത് എന്നുള്ളൊരു ബോധ്യം ആദ്യം സംവിധായകൻ ഉണ്ടാവണം. അപ്പോൾ ഈ സംവിധായകന്റെ കയ്യിലേക്ക് ഈ പണം കിട്ടുന്ന സമയത്ത് സംവിധായകൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ഇതിൽ അഭിനയിപ്പിക്കാതെ, ആർട്ടിസ്റ്റുകളായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്, കലാകാരന്മാരുണ്ട് നമ്മുടെ നാട്ടില്, അവരെ അഭിനയിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഒരു സംവിധായകന് ഒരു അംഗീകാരം കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ അവന് ഇതുപോലെ ഒരു സിനിമ ചെയ്യാനൊരു അവസരം കിട്ടുന്ന സമയത്ത് അവൻ ചെയ്യേണ്ടത് എന്താണ്? ചിലവ് കുറഞ്ഞ ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. മറിച്ച് ഇപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ട് ഒരാള് എനിക്ക് KSFDC 1.5 കോടി രൂപ കിട്ടും, എനിക്ക് മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംവിധായകന്, അതായത് പുതുമുഖമായിട്ടുള്ള സംവിധായകൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഈ സംവിധായകന് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകണം. അത് അവന്റെ ആദ്യത്തെ സിനിമയായിരിക്കുമല്ലോ. അപ്പൊ അവന്റെ ആദ്യത്തെ സിനിമ ആയിരിക്കുമ്പോഴത്തേക്ക് അവന് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം, അത് 2 ആഴ്ചത്തെ പരിശീലനം ഒന്നും പോരാ, ഒരു 2-3 മാസത്തെങ്കിലും കൃത്യമായ ഒരു പരിശീലനം കൊടുക്കണം. ആ പരിശീലനം കൊടുത്തതിന് ശേഷം എങ്ങനെ ആർട്ടിസ്റ്റുകളെ കണ്ടെത്തണമെന്നും എങ്ങനെ തന്റെ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും ഒക്കെ കൃത്യമായിട്ട് അവന് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കോൺക്ലേവിന്റെ തന്നെ സമാപന സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ മറന്നുപോകരുത്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 1.5 കോടി രൂപ നൽകിയിട്ടും പല സിനിമകളും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? അത് സംവിധായകന്റെ ബഡ്ജറ്റിങ്ങിലെ പ്രശ്നമാണ്. കാരണം ഈ സംവിധായകനെ സംബന്ധിച്ച് സംവിധായകൻ എന്ത് ചെയ്യും? ഈ സംവിധായകൻ ചെയ്യുക, ആർട്ടിസ്റ്റുകൾക്ക് പ്രാധാന്യം നൽകും, ആർട്ടിസ്റ്റുകൾക്ക് കൂടുതൽ കോസ്റ്റ് മാറ്റിവെക്കും. ഈ സമാന്തര സിനിമകളിൽ ആർട്ടിസ്റ്റുകൾക്ക് കോസ്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യലി ഫെയിലിയർ ആയിരിക്കും. കാരണം ഇത് കൊമേഴ്ഷ്യലി തിയേറ്ററുകളിൽ റിലീസാവാൻ പോകുന്ന സിനിമകളൊന്നുമല്ല. നമ്മുടെ സംസ്കാരത്തെ വിളിച്ചു പറയേണ്ട സിനിമകളാണ് സ്വതന്ത്ര സിനിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ സിനിമകളെ എന്താണ് എന്ന് ആദ്യം സംവിധായകർ മനസ്സിലാക്കണം. കൊമേഴ്ഷ്യൽ സിനിമാ മോഹവുമായിട്ട് വരുന്ന ആളുകൾ ഈ KSFDC പൈസ മേടിച്ചിട്ട് 1.5 കോടി രൂപ കൊണ്ട് സിനിമ തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇവിടെ സമാന്തര സിനിമകൾ നിർമ്മിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 30 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഒക്കെ തിരുന്ന ഒരുപാട് സമാന്തര സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വർഷവും. കൃത്യമായി ധാരണയുള്ള ഒരാളാണ് ഈ പ്രശസ്ത സംവിധായകനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതാണ് വ്യക്തമാക്കിയത്. ഇതുകൊണ്ട് അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? ഇത്രയും പൈസ നമ്മൾ നൽകുന്നു, പക്ഷെ ആ പൈസ നൽകുന്നത് കൊണ്ട് ഒരു പുതിയ സംവിധായകൻ നമ്മുടെ നാട്ടിൽ ജനിക്കണം. അങ്ങനെ സംവിധായകന്മാർ ജനിക്കുന്നില്ല. അതുകൊണ്ട് ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, സ്ത്രീ സംവരണത്തിന്റെ ഇതിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറൊക്കെ ഉള്ള സംവരണത്തിന്റെ പേരിലായിക്കൊള്ളട്ടെ, മുടക്കുന്ന പണം നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് കൃത്യമായ ഒരു പരിശീലനം നൽകി കൃത്യമായ രീതിയിൽ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ നല്ല സംവിധായകരാക്കി മാറ്റാൻ സാധിക്കുമെന്നത് തന്നെയാണ് അത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അതിനെ ഇത്രത്തോളം വിവാദമാക്കി മുമ്പോട്ട് പോകുന്ന മന്ത്രി R. ബിന്ദു അടക്കം അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളതൊക്കെ. അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ പല മന്ത്രിമാരും വിഷയം എന്താണെന്ന് പഠിച്ചിട്ടില്ല. ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നതാണ്. കാരണം SC/STക്കെതിരെ പറഞ്ഞു. SC/STക്കെതിരെ എന്താണ് അതിലും ഇപ്പൊ ഈ ജാതിക്കാരുടെ ഇടയ്ക്ക് കളിക്കുന്ന പോലെ ഒരു ഇതായി വന്ന പോലെ ദളിത് വിഭാഗത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള, അതായത് ഈ ഒരു ഓൺലൈൻ മാധ്യമ രംഗത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. ഇപ്പൊ വേടന്റെ ഇഷ്യൂ വന്നപ്പോഴും അതിന് മുമ്പുള്ള പല പ്രശ്നങ്ങൾ വന്നപ്പോഴും അതിനകത്തൊക്കെ ശക്തമായ നിലപാടുകൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതുപോലൊരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ളൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകൾക്ക് ഇടയിലൂടെ നമ്മൾ പോയി പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് പറയുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സത്യമാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു വശം കൂടിയുണ്ട്. ഈ
KSFDCക്ക് അകത്ത് തന്നെ പൈസ കൊടുത്തതിന് ശേഷം അതിന്റെ കമ്മീഷൻ മേടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം, ഇല്ലെന്നൊന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഗവൺമെന്റ് വർക്കുകളൊക്കെ കണ്ടിട്ടില്ലേ, ഗവൺമെന്റ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയുടെ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 50 ലക്ഷവും കോൺട്രാക്ടർമാർ പറയുന്നത് 50 ലക്ഷവും കമ്മീഷനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ 78 ലക്ഷം രൂപ കയ്യിലേക്ക് കിട്ടിയപ്പോഴത്തേക്ക് 1.5 കോടി എന്നൊക്കെ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല 60 ലക്ഷം രൂപ ഈ KSFDC തന്നെ മാർക്കറ്റിങ്ങിനാണ്, അതിനാണ് ഇതിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തന്നെ റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കി 78 ലക്ഷം രൂപയിൽ സിനിമ തീർക്കണം, അത് തീർക്കാൻ പറ്റും. സംവിധായകര് പറയുന്ന അവർക്ക് ഈ 1.5 കോടി കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിനെ കഴിഞ്ഞും കൂടുതൽ കടം ഇവർക്ക് പുറത്തു വരുന്നു ഈ ഒരു സിനിമ ഇറക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത്. അതാണ് ഈ ബഡ്ജറ്റിങ്ങിലെ പാളിച്ചയായിരിക്കും. ഇതാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം. ഈ സംവിധായകർ പരാതിയായിട്ട് പറയുന്ന വിഷയം തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായ പരിശീലനം കൊടുക്കണം. പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയ്ക്ക് സിനിമ തീർക്കാന്നേ. നമുക്ക് അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ മുമ്പോട്ട് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓങ്കാര എന്നൊക്കെ പറയുന്നൊരു സിനിമയുണ്ട്, അതൊക്കെ 30 ലക്ഷം രൂപയ്ക്ക് തീർന്ന സിനിമയാണ്. ഉണ്ണി എന്ന് പറയുന്നൊരു സംവിധായകനാണ്, രാജേഷ് തില്ലങ്കരിയാണ് അതിന്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. വളരെ നല്ല സിനിമയാണത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇവിടെ 30 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഒക്കെ തീരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ പറയുന്നത് അത് അവരുടെ പ്രവൃത്തി പരിചയമില്ലായ്മ എന്ന് പറയും, അവരുടെ എക്സ്പീരിയൻസ് ഇല്ലായ്മയാണ് പ്രശ്നം. അങ്ങനെയുള്ള ഈ ഒരു പരിചയക്കുറവ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അതിനെ പിന്നെ എന്തിനാണ് ഇവർ വിമർശിക്കുന്നത്? അതെ, ആ ഒരു പരിശീലനം കൊടുക്കണം, അല്ലെങ്കിൽ പരിശീലനം കിട്ടുന്നത് ശരിക്കും നല്ല കാര്യമല്ലേ. അപ്പൊ അതിനെ ഇങ്ങനെ വല്ലാതെ വിമർശിക്കുന്നുണ്ട് എല്ലാവരും. അല്ല, അത് വിവരമില്ലായ്മയുടെ കുറ്റമാണ്, അത് മറ്റൊന്നുമല്ല, അത് വിവരമില്ലായ്മയുടെ കുറ്റമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് വളരെ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹത്തെ ഒരു തരത്തിൽ നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഇപ്പൊ സവർണ മേധാവിത്വം ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല, ദളിത് പീഡനവും എന്തൊരു സാധനം വരുമ്പോഴും അതിന്റെ മേലോട്ട് ഈ ജാതി അതൊക്കെ ആളുകൾ കയ്യിൽ വെച്ചാൽ മതി. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുമ്പോൾ ഇപ്പൊ ഇതൊക്കെ ചില മാനസിക രോഗമാണെന്നുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ റീസൺ അറിയോ, ഈ ചില ആളുകള് താനൊക്കെ എന്തോ വലിയൊരു സംവിധായകനാണ് അല്ലെങ്കിൽ താനൊരു സംഭവമാണ് എന്ന്. അതായത് പണ്ടൊക്കെ ആളുകൾ പറയായിരുന്നു, കാരണം മുഷിഞ്ഞ ജുബയും ഒരു പാന്റും തോൾസഞ്ചിയും ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിജീവിയാകും എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ആ സമയമൊക്കെ കഴിഞ്ഞു പോയിന്ന്. അതൊക്കെ ആളുകൾ നീ മനസ്സിലാക്കണം. ബുദ്ധിജീവികളൊക്കെ ഇപ്പൊ പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പിൽ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവിടെ പോയിരുന്ന് താടി വടിക്കാതെ മറ്റെന്താ മുടി ചെയ്യാതെ ഒക്കെ ഇരുന്ന് മറ്റേ ചെറിയ കാജാബീഴിയൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബുദ്ധിജീവികൾ എന്നൊക്കെ പണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷെ ഇത് ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയി. ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഒരിക്കലും വിമർശനത്തിന് അതീതനൊന്നുമല്ല. എങ്കിൽ തന്നെയും ഈ ഒരു വിഷയത്തിൽ ഇത്രയേറെ മനോഹരമായിട്ടുള്ള സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള, മലയാള സിനിമയുടെ യശസ് ലോകത്തിന്റെ നിറകയിലെത്തിച്ചിട്ടുള്ള ഒരു അതുല്യ കലാകാരനും സംവിധായകനുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ കുറച്ചൊക്കെ പക്വതയോടുകൂടിയുള്ള വിമർശനമായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അടൂർ ഗോപാലകൃഷ്ണന് എല്ലാവിധ പിന്തുണയും. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണ്. KSFDC ഇത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിച്ച് ഈ ഗവൺമെന്റിന്റെ പൈസ എന്ന് പറഞ്ഞാൽ ആരുടെ പൈസയാണേ? ജനങ്ങളുടെ പൈസ. ഈ നാട്ടിക്കൂടെ നടക്കുന്ന എല്ലാവരുടെയും പൈസയല്ലേ? ഇവിടുത്തെ ആബാലവൃത്ത ജനങ്ങളുടെയും നികുതിപ്പണം ആണ് ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത് പറയാനുള്ള അവകാശം അടൂർ ഗോപാലകൃഷ്ണൻ 100% ഉണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ 100% ശരിയാണ്. കാരണം സിനിമകളെക്കുറിച്ച് കൃത്യമായ പരിശീലനം നേടാതെ 2 ആഴ്ചത്തെ ഒരു ശില്പശാല വെച്ചതിന് ശേഷം 3-ാമത്തെ ആഴ്ച തുടങ്ങി ഒരു സിനിമ സംവിധായകനായിട്ട് മാറാം എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കുറച്ച് കൂടുതൽ ആളുകൾക്ക് അവസരം നൽകല്ലേ വേണ്ടത്. കാരണം ഈ 5 പേരിൽ ഒതുങ്ങാതെ അത് 15 പേരിലേക്ക് പോട്ടെന്നേ. അപ്പൊ 15 പേരിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 5 നല്ല സംവിധായകരെ നമുക്ക് കിട്ടും. ഇതിപ്പോ ആരൊക്കെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ പൈസ മേടിച്ച് സിനിമ നിർമ്മിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയോ? അങ്ങനെയുള്ള ഒരു സംവിധായകന്റെ പേര് ആർക്കെങ്കിലും നാട്ടിലറിയോ? അപ്പൊ അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അത് സംസ്ഥാന സർക്കാരും പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ KSFDCയും ഇത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.